ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആണ്. അതിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സിഗ്നൽസിനെ മെയിൻ ആയിട്ട് 6 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടിന്യൂസ് ടൈമും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്, 2 ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ്, പിന്നെ പീരിയോഡിക് ആൻഡ് എപീരിയോഡിക് സിഗ്നൽസ്, എനർജി സിഗ്നൽസ് ആൻഡ് പവർ സിഗ്നൽസ്, ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽസ് ആൻഡ് റാൻഡം സിഗ്നൽസ് ആൻഡ് കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിൽ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് എന്ന് പറയുന്നത് എവറി ഇൻസ്റ്റന്റ് ഓഫ് ടൈമിനും ഡിഫൈൻഡ് ആയിരിക്കും. എക്സ് ഓഫ് ടി എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതേസമയം ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിന്റെ പ്രത്യേകത സ്പെസിഫിക് ടൈം ഇൻസ്റ്റൻസിലാണ് അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ഓഫ് എൻ എന്നാണ്. കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിനെ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ് ആണ് അടുത്ത് വരുന്നത്. ഈവൻ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെട്രിക് ആയിരിക്കും. അതായത് എക്സ് ഓഫ് ടി വിൽ ബി ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് ടി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിഗ്നൽ ഈവൻ സിഗ്നൽ ആണെന്ന് നമുക്ക് പറയാം. ഡിസ്ക്രീറ്റ് ടൈം ഡൊമെയിനിലാണെങ്കിൽ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് എന്നിന് ഈക്വൽ ആണെങ്കിൽ ഈവൻ സിഗ്നൽ ആണ്. അപ്പോൾ ഓഡ് സിഗ്നൽ എന്തായിരിക്കും? എക്സ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് മൈനസ് ടി ആണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് മൈനസ് എൻ ആണ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ഓഡ് സിഗ്നൽ ആണെന്ന് പറയാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പീരിയോഡിക് ആൻഡ് എപീരിയോഡിക് സിഗ്നൽസ് ആണ്. പീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് പേരിൽ തന്നെ മനസ്സിലാവും, സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. ഒരു സർട്ടൻ ടൈം ഇന്റർവെൽ കഴിയുമ്പോൾ ആ സെയിം വേവ് ഫോം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് പീരിയോഡിക് സിഗ്നൽസ്. അതായത് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടി, വേർഡ് ക്യാപിറ്റൽ ടി ഇസ് ദ ടൈം പീരീഡ്. ഓക്കെ, അതേസമയം ഡിസ്ക്രീറ്റ് ടൈമിലാണെങ്കിൽ എന്ത് വരും? എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ പ്ലസ് എൻ, ക്യാപിറ്റൽ എൻ. ഓക്കെ, പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. റെഗുലർ ഇന്റർവെല്ലില് റിപ്പീറ്റ് ചെയ്യുന്ന സിഗ്നൽസിനെ പീരിയോഡിക് സിഗ്നൽസ് എന്നും റിപ്പീറ്റ് ചെയ്യാത്ത സിഗ്നൽസിനെ എപീരിയോഡിക് സിഗ്നൽസ് എന്നും പറയും. അടുത്തത് വരുന്നത് എനർജി ആൻഡ് പവർ സിഗ്നൽസ് ആണ്. എനർജി ആൻഡ് പവർ സിഗ്നൽസ് നമുക്ക് MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻ കേരള PSC റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണ്. എനർജി സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ ഫൈനൈറ്റ് എനർജി ആൻഡ് സീറോ ആവറേജ് പവർ, വിച്ച് മീൻസ് E is between 0 and infinity and P is equal to 0. ഇത് പഠിച്ചു വെക്കുക, ഈ ഒരു കണ്ടീഷൻ പഠിച്ചു വെക്കണം. പവർ സിഗ്നൽ ആണെങ്കിൽ പവർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. ആവറേജ് പവർ ഫൈനൈറ്റും ഇൻഫിനിറ്റ് എനർജി ആയിരിക്കും. അതായത് 0 ലെസ് ദാൻ P ലെസ് ദാൻ ഇൻഫിനിറ്റി ആൻഡ് E is equal to ഇൻഫിനിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ അതാണ് എനർജി ആൻഡ് പവർ സിഗ്നൽസിന്റെ കേസിൽ വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് റാൻഡം സിഗ്നൽസ് ആണ്. എക്സാക്ട്ലി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സിഗ്നൽസിനെയാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽസ് എന്ന് പറയുന്നത്. എക്സാക്ട്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതിനെ ആയിരിക്കും അപ്പൊ എന്ത് പറയുന്നുണ്ടാവുക? റാൻഡം സിഗ്നൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റാൻഡം സിഗ്നൽസ് പറയുമ്പോൾ നോയ്സ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എക്സാക്ട്ലി നമുക്ക് അടുത്തത് എന്താണ് വരാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പോൾ അതാണ് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് റാൻഡം സിഗ്നൽസിന്റെ കാര്യം. ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കോസൽ ആൻഡ് നോൺ കോസൽ ആണ്. കോസൽ സിഗ്നൽസിന്റെ കേസിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇൻ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിന്റെ കേസിൽ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ എങ്കിൽ, അതായത് ടി ലെസ് ദാൻ 0 എന്തായിരിക്കും? എക്സ് ഓഫ് ടി വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. എക്സ് ഓഫ് എൻ ഡിസ്ക്രീറ്റിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ n ലെസ് ദാൻ 0 എക്സ് ഓഫ് എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നോൺ കോസൽ ആവുമ്പോൾ എന്താണ്? ടി ലെസ് ദാൻ 0 ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ കോസലിന്റെ നേരെ ഓപ്പോസിറ്റ്, ടി ലെസ് ദാൻ 0 n ലെസ് ദാൻ 0 ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അങ്ങനത്തെ സിഗ്നൽസിനെയാണ് നമ്മൾ നോൺ കോസൽ സിഗ്നൽസ് എന്ന് പറയുന്നത്. ഫോർ ടി ലെസ് ദാൻ 0 അതിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? എക്സ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. n ലെസ് ദാൻ 0 ഡിസ്ക്രീറ്റില് എക്സ് ഓഫ് n നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ ഒരു ടേം കൂടെ അവിടെ വരുന്നതാണ് ആന്റി കോസൽ. ആന്റി കോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
It is defined only for negative time or index. നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് P and E are the average power and energy of a continuous time or discrete time signal ആണെങ്കിൽ, then എനർജി സിഗ്നൽ ഈസ്, എനർജി സിഗ്നലിന്റെ കേസിൽ എന്തായിരിക്കും വരിക എന്നാണ് ചോദിക്കുന്നത്. എനർജി സിഗ്നലിന്റെ കേസിൽ നമ്മൾ എന്താ പഠിച്ചത്? എനർജി വിൽ ബി ഫൈനൈറ്റ്, വിച്ച് മീൻസ് 0 ലെസ് ദാൻ ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ബട്ട് പവർ, ആവറേജ് പവർ വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ എ, 0 ലെസ് ദാൻ ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി, പി ഈക്വൽ ടു 0. ഓക്കെ, അത് തെറ്റിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം ഓപ്ഷൻസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി സിമിലർ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കൊരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ട്. ഇതാണ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത്. അതിന്റെ ഓഡ് കമ്പോണന്റ് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മള് ഈവൻ കമ്പോണന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എക്സ് ഓഫ് എൻ പ്ലസ് എക്സ് ഓഫ് മൈനസ് എന്നും, ഓഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് മൈനസ് എന്നും ആണ്. നമുക്ക് എന്തൊക്കെ വേണം? എക്സ് ഓഫ് എന്നും വേണം, എക്സ് ഓഫ് മൈനസ് എന്നും വേണം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെ? നമുക്ക് ഓരോ സ്പെസിഫിക് ടൈമിലുള്ള കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. -4 തൊട്ട് 4 വരെയുള്ളതാണ് നമുക്ക് ആൻസറിൽ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് എക്സ് ഓഫ് -4 ടു എക്സ് ഓഫ് 4 വരെയുള്ളത് നമുക്ക് എഴുതാം. എക്സ് ഓഫ് -4 വിൽ ബി ഈക്വൽ ടു 0, എക്സ് ഓഫ് -3 വിൽ ബി ഓൾസോ ഈക്വൽ ടു 0, എക്സ് ഓഫ് -2 വിൽ ബി ഈക്വൽ ടു 0. ഈ ഒരു പർട്ടിക്കുലർ വേവ് ഫോമിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ എഴുതുന്നത്. x of -1 is equal to 0, x of 1 is equal to എന്താണ് 2 ആണ് വരുന്നത്, x of 2 is equal to 4 ആണ് വരുന്നത്, x of 3 is equal to വീണ്ടും 2 ആണ് വരുന്നത്, x of 4 is equal to എന്താണ് 0 ആണ്. ഇനി ഇത് x of n-കളാണ് നമ്മൾ എഴുതിയത്. ഇനി നമുക്ക് എന്ത് എഴുതാം? x of -n എഴുതാം. എക്സ് ഓഫ് മൈനസ് എൻ എന്ന് പറയുന്നതിന്റെ വാല്യൂ എക്സ് ഓഫ് -4ന്റെ അവിടെ എന്താ വരിക? എക്സ് ഓഫ് 4 ആണ് വരിക. എക്സ് ഓഫ് 4 ഇസ് ഈക്വൽ ടു എന്താണ്? 0. എക്സ് ഓഫ് 3യുടെ വാല്യൂ ആണ് എക്സ് ഓഫ് -3യുടെ അവിടെ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 2. എക്സ് ഓഫ് -2ന്റെ എക്സ് ഓഫ് -n എടുക്കുകയാണെങ്കിൽ എക്സ് ഓഫ് 2 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 4. എക്സ് ഓഫ് 1ന്റെ വാല്യൂ ആണ് ഇവിടെ വരിക 2. എക്സ് ഓഫ് -1 ആണ് വരിക 0 0 0 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ഓഫ് ഓഡ് കമ്പോണൻസ് എഴുതല്ലേ, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഡ് കമ്പോണൻസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എക്സ് ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് മൈനസ് എൻ ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 0 - 0 ഡിവൈഡ് ബൈ 2 0 വരും. 0 - 2 ഡിവൈഡഡ് ബൈ 2 -1 വരും. ഇവിടെ 0 - 4 ഡിവൈഡഡ് ബൈ 2 വരുന്നോണ്ട് -2. 0 - 2 ഡിവൈഡഡ് ബൈ 2 -1 വരും. 2 - 0 divided by 2 1, 4 - 0 divided by 2 2, 2 - 0 divided by 2 1, this one will be 0. ഇതാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഓപ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓഡ് കമ്പോണന്റ് ഓഫ് എക്സ് ഓഫ് എൻ ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിന്റെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുക. എക്സ് ഓഫ് -4 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ് വരുന്നത്. അപ്പൊ തന്നെ ഈ ഓപ്ഷൻ ക്യാൻസൽ ആയി. ബാക്കി 3 ഓപ്ഷനും ഉണ്ട്. ഇനി നമുക്ക് എക്സ് ഓഫ് -3 നോക്കുകയാണെങ്കിൽ -1 ആണ് വരുന്നത്. ഇത് +1 ആണ് വരുന്നത്. അപ്പൊ ഈ ഓപ്ഷനും പോയി. ഇവിടെയും പോസിറ്റീവ് ആണ് വരുന്നത്. അപ്പൊ ഈ ഓപ്ഷനും പോയി. അതായത് ഓപ്ഷൻ എന്താണ് വരിക? ലാസ്റ്റ് ഓപ്ഷൻ സി ആണ്. നമുക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 0 വന്നു, -1 വന്നു, -2 വന്നു. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0 വന്നു, -1 വന്നു, -2 വന്നു, വീണ്ടും -1 വന്നു, 0ലേക്ക് പോയി, വീണ്ടും 1 2 1 0. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്.
അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും പഠിച്ചു വെക്കുക. ഈവൻ കമ്പോണന്റ് ആണ് കാണുന്നുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് എൻ പ്ലസ് എക്സ് ഓഫ് മൈനസ് എൻ ആണ് ചെയ്യേണ്ടത്. ഓഡ് കമ്പോണന്റ് ആണ് കാണേണ്ടതെങ്കിൽ ഹാഫ് ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് മൈനസ് എൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് ഓഡ് സിഗ്നൽസിന്റെ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇവൻ സിഗ്നൽ ആയിരിക്കും, വിച്ച് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതുപോലെ രണ്ട് ഇവൻ സിഗ്നൽസിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്നത് ഇവൻ സിഗ്നൽ ആയിരിക്കും. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. ഇനി ഒരു ഇവൻ സിഗ്നലിനെയും ഓഡ് സിഗ്നലിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഓഡ് സിഗ്നൽ ആയിരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലാത്ത എന്താണ്? ഓപ്ഷൻ ബി, വിച്ച് സേസ് ദാറ്റ് ടു ഓഡ് സിഗ്നൽസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഓഡ് സിഗ്നൽ കിട്ടും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. എ ഓപ്ഷന്റെ നേരെ കോൺട്രാഡിക്ഷൻ ആണ് ബി വന്നിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവുള്ളൂ. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഓഡ് സിഗ്നലിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ സിഗ്നൽ കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ നോട്ട് ട്രൂ ഏതാണ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ബി, ദ പ്രൊഡക്റ്റ് ഓഫ് ടു ഓഡ് സിഗ്നൽ വിൽ ബി ആൻ ഓഡ് സിഗ്നൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിഫൈൻസ് എ സിഗ്നൽ? ഒരു സിഗ്നലിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാവുന്നതാണ്? സിഗ്നൽ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് വേരീസ് വിത്ത് ടൈം. ടൈം ആവണം നിർബന്ധമില്ല, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ, സിഗ്നൽ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് വേരീസ് വിത്ത് ടൈം ആൻഡ് സ്പേസ് അല്ല. മൂന്നാമത്തെ ഓപ്ഷൻ, സിഗ്നൽ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് വേരീസ് വിത്ത് ടൈം, സ്പേസ് ഓർ എനി അതർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വിച്ച് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ സി ആണ്. ഡിപ്പെൻഡന്റ് വേരിയബിൾസും കൂടി വന്നിട്ടുണ്ട് ഓപ്ഷൻ ഡിയിൽ, അത് തെറ്റാണ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ടൈം, സ്പേസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വെച്ചിട്ട് വേരി ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എന്ത്? സിഗ്നൽ. ഓക്കെ, ഇവിടുത്തെ ഓപ്ഷൻ സി ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫണ്ടമെന്റൽ പീരീഡ് ഓഫ് ദ സിഗ്നൽ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ജെ ഇ റേസ് ടു ജെ 10t. ഇവിടുത്തെ 10t എന്ന് പറയുന്നത് ഒമേഗ ടിയുടെ സ്ഥലത്താണ് വന്നിട്ടുള്ളത്. വിച്ച് മീൻസ് ഒമേഗ ഇസ് ഈക്വൽ ടു 10, വിച്ച് ഇസ് ഈക്വൽ ടു 2 pi by t is equal to 10 implies t is equal to 2 pi by 10 which is equal to pi by 5. ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ, pi by 5 സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് ഇസ് എ പീരിയോഡിക് സിഗ്നൽ? ഏതാണ് പീരിയോഡിക് സിഗ്നൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇറ്റ് മസ്റ്റ് റിപ്പീറ്റ് ആഫ്റ്റർ എ സ്പെസിഫിക് ഇന്റർവെൽ ഓഫ് ടൈം അല്ലെ? ഇവിടുത്തെ കേസിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ തന്നിട്ടുള്ളത് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി ആണ്. എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആണ് തന്നിട്ടുള്ളത്. എക്സ്പോണൻഷ്യൽ സിഗ്നൽ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നതാണോ? അല്ല. റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്നതല്ല, അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഈക്വൽ ടു സൈൻ 10 pi t യു ഓഫ് ടി. യു ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഒരു വേവ് ഫോം ആണ്. യു ഓഫ് ടി അത് നെഗറ്റീവ് സൈഡിലേക്ക് ഇല്ല. അപ്പോ അത് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് സിഗ്നൽ ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് യു ഓഫ് ടി വെച്ച് സൈനിനെ മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് ഓപ്ഷൻ ബി ഇസ് റോങ്. ഓക്കെ, അടുത്തത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? 2 യു ഓഫ് ടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും യു ഓഫ് ടി വരുന്നതുകൊണ്ട് യു ഓഫ് ടി പീരിയോഡിക് അല്ലാത്തതുകൊണ്ട് ഈ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് പീരിയോഡിക് അല്ല. ഓപ്ഷൻ സി ഈസ് ഓൾസോ റോങ്. നാലാമത്തെ ഓപ്ഷൻ എക്സ് ഓഫ് ടി ഈക്വൽ ടു 4 cos 5 pi t. അതിന്റെ കേസിൽ കോസ് സിഗ്നൽ മാത്രമാണ് വന്നിട്ടുള്ളത്. കോസ് സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? പീരിയോഡിക് സിഗ്നൽ ആണ്. അപ്പോൾ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫണ്ടമെന്റൽ പീരീഡ്. ഫണ്ടമെന്റൽ പീരീഡ് തന്നെയാണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്. സിഗ്നൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്രാവശ്യം രണ്ട് ടേം ഉണ്ട് നമുക്ക്. 7 cos 5t പ്ലസ് 7ഉം 9 sin 6t പ്ലസ് 9ഉം. അപ്പൊ നമുക്ക് രണ്ട് പാർട്ടിന്റെ ആദ്യം ഫണ്ടമെന്റൽ പീരീഡ് സെപ്പറേറ്റ്ലി ഇൻഡിവിജ്വലി കാണാം. ഒമേഗ ഇസ് ഈക്വൽ ടു 5 ആണ് ഇവിടെ വരുന്നത് അല്ലെ? ഇവിടുത്തെ കേസിൽ ഒമേഗ ഈക്വൽ ടു 6 ആണ് വരുന്നത്. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2 pi by t is equal to 5. ഇവിടെ 2 pi by t is equal to 6, 3. ഓക്കെ, t is equal to എന്ത് വരും? 2 pi by 5ഉം
ഇവിടെ ടി ഇസ് ഈക്വൽ ടു പൈ ബൈ 3 വരും അല്ലെ. നമുക്ക് ഇതിന്റെ LCM ആണ് കാണേണ്ടത്. ഇത് 5ഉം 3 ആയതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്ററിനെ 15ലേക്ക് മാറ്റാം. അപ്പൊ ഇവിടെ 2 പൈ ഇൻറ്റു എന്ത് വരും 3, അപ്പൊ 6 പൈ ആൻഡ് ഇവിടെ വരുന്നത് 5 പൈ. ഇതിന്റെ LCM ആണ് നമുക്ക് എടുക്കേണ്ടത്. LCM ഓഫ് 5 and 6 എന്ന് പറയുന്നത് എന്താണ്? 5 into 6 30 ആണ്. 30 പൈ ഡിവൈഡഡ് ബൈ 15 വരും. 15 30 എത്ര ഷെയർ 2. സോ ദ ആൻസർ വിൽ ബി 2 പൈ. ഓപ്ഷൻ സി. ഓക്കെ, മനസ്സിലായില്ലേ? രണ്ടിന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ടൈം പീരീഡ് T1ഉം T2ഉം കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം LCM എടുക്കുകയാണ് ചെയ്യുന്നത്. Next question, for an energy signal, which of the following is true? Energy signal കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കണ്ടീഷൻ എന്താണ്? Energy must be finite, 0 less than E less than infinity, and P must be equal to, average power must be equal to 0. ഇവിടെ ഈ ഇൻഫിനിറ്റിയും 0 ആണ് കൊടുത്തിട്ടുള്ളത്. ആ രണ്ട് ഓപ്ഷൻസ് അല്ല, P ഇൻഫിനിറ്റി അല്ല, P equal to 0 വരുന്നതാണ് എനർജി സിഗ്നലിന്റെ. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വേറെ എക്സാമിന് എനർജി സിഗ്നലിന്റെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് n is equal to sin 7 പൈ ബൈ 4n is പീരിയോഡിക് ആണോ എപ്പിരിയോഡിക് ആണോ? സൈൻ എന്ന് പറയുന്നത് ആയതുകൊണ്ട് പീരിയോഡിക് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നോട്ട് പീരിയോഡിക് സിഗ്നൽ എന്നുള്ള ഓപ്ഷൻ പോയി. ഇനി അതിന്റെ ഫണ്ടമെന്റൽ പീരീഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയുന്നത് ഒമേഗയുടെ സ്ഥലത്ത് ഇവിടെ എന്താ ഉള്ളത്? 7 പൈ ഡിവൈഡഡ് ബൈ 4 ആണുള്ളത് അല്ലെ. വിച്ച് മീൻസ് 2 പൈ ബൈ ടി ഇസ് ഈക്വൽ ടു 7 പൈ ബൈ 4. പൈയും പൈയും ക്യാൻസൽ ആയി. ടി ഇസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 7. ഡിസ്ക്രീറ്റ് സിഗ്നൽസിന്റെ കേസിൽ ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് ആർ ഡിവൈഡഡ് ബൈ എൻ എന്നുള്ള ഫോമിലായിരിക്കും. എൻ വിൽ ബി ദ ടൈം പീരീഡ്, ഫണ്ടമെന്റൽ പീരീഡ്. ഇവിടെ എൻ വിൽ ബി ദ ഫണ്ടമെന്റൽ പീരീഡ്. അപ്പൊ ഇവിടുത്തെ കേസിൽ ആർ ബൈ എൻ ആണ് നമുക്ക് 8/7 കിട്ടിയിട്ടുള്ളത്. വിച്ച് ഇംപ്ലൈസ് ഫണ്ടമെന്റൽ ടൈം പീരീഡ് ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു 7. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ സി, എ പീരിയോഡിക് സിഗ്നൽ വിത്ത് ഫണ്ടമെന്റൽ പീരീഡ് 7. ഇവിടെ ടി ഈക്വൽ ടു 8/7 എടുത്തിട്ട് ഫസ്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റായി പോകും. അപ്പോൾ ഈ ഡിസ്ക്രീറ്റ് സിഗ്നലിന്റെ കേസിൽ ഇങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പീരീഡ് എടുക്കുന്നത് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കൊരു സിഗ്നൽ തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് 2t പ്ലസ് സൈൻ 4t ഇൻറ്റു കോസ് 4t ആണ്. അങ്ങനെയാണെങ്കിൽ ഈവൻ കമ്പോണന്റും ഓഡ് കമ്പോണന്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് സി ഓഫ് ടി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് ടിയുടെ വാല്യൂ എന്താണ്? കോസ് 2t പ്ലസ് സൈൻ 4t ഇൻറ്റു കോസ് 4t പ്ലസ് എക്സ് ഓഫ് മൈനസ് ടി. കോസ് ഓഫ് മൈനസ് കോസ് തന്നെയാണ് വരിക. കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ തന്നെ ആയതുകൊണ്ട് ഇവിടെ കോസ് 2t തന്നെയാണ് വരിക. പ്ലസ് സൈൻ 4t, മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ആണ് വരിക. അപ്പൊ ഇവിടെ മൈനസ് സൈൻ 4t ഇൻറ്റു കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെ കോസ് 4t വരും. സൈൻ 4t കോസ് 4tയും അതുപോലെ തന്നെ മൈനസ് സൈൻ 4t കോസ് 4tയും ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് എന്താ ഉള്ളത്? 1/2 ഇൻറ്റു 2 ടൈംസ് കോസ് 2t, വിച്ച് മീൻസ് കോസ് 2t ആണ് ഈവൻ സിഗ്നൽ വരുന്നത്. ഇവിടെ ആകെ ഒരു ഓപ്ഷനിൽ അത് ശരിയാവുന്നുള്ളൂ, ഓപ്ഷൻ എ. ഈവൻ സിഗ്നൽ എന്ന് പറയുന്നത് കോസ് 2t വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതിന് ഈവൻ സിഗ്നൽ വേറെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീണ്ടും ഫർദർ ആയിട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. സംഭവം നമുക്ക് ഫസ്റ്റ് എക്സ് ഓഫ് ടി കണ്ടപ്പോൾ തന്നെ കിട്ടിയെങ്കിലും പ്രാക്ടീസിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ് ഓഫ് ടി, അതായത് ഓഡ് കമ്പോണന്റ് ഓഫ് സിഗ്നലും കൂടെ കണ്ടുപിടിച്ചിട്ട് വെരിഫൈ ചെയ്യുക ആൻസർ. ഓക്കെ, ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ എ
xo of t is equal to sine 4t cos 4t, xc of t is equal to cos 2t. Now the last question is, which of the following statement about the signal x of t is correct? The signal will be power signal if total energy of the signal is 0 ആണ് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? അല്ല. പവർ സിഗ്നലിന്റെ കേസിൽ എന്താണ്? പവർ മസ്റ്റ് ബി ഫൈനൈറ്റ് ആൻഡ് എനർജി മസ്റ്റ് ബി ഇൻഫൈനൈറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല, രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പവർ സിഗ്നലിന്റെ കേസിൽ തന്നെയാണ് പറയുന്നത് ടോട്ടൽ എനർജി ഓഫ് ദ സിഗ്നൽ ഇസ് 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഓപ്ഷനും എന്തായി? എലിമിനേറ്റ് ആയി. ഓപ്ഷൻ ബിയും അല്ല. ഓപ്ഷൻ സി എന്ന് പറയുന്നത് എനർജി സിഗ്നൽ ആണെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് സിഗ്നൽ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്നുള്ളത് കറക്റ്റ് ആണ്. പക്ഷെ ആവറേജ് പവർ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണോ? അല്ല. അപ്പൊ ഈ ഓപ്ഷൻ സിയും അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷൻ, ദ സിഗ്നൽ വിൽ ബി എനർജി സിഗ്നൽ ഇഫ് ടോട്ടൽ എനർജി ഓഫ് സിഗ്നൽ ഈസ് ഫൈനൈറ്റും അതുപോലെ ആവറേജ് പവർ ഈസ് 0 വരെയാണെങ്കിൽ. അപ്പോൾ എനർജി ആൻഡ് പവർ സിഗ്നൽസിന്റെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കേസിലുള്ള ഇക്വേഷൻസ് രണ്ടും ഓർത്ത് വെക്കുക. പവർ സിഗ്നൽ ആണ് വരുന്നതെങ്കിൽ പവർ ഫൈനൈറ്റും എനർജി ഇൻഫൈനൈറ്റും ആയിരിക്കും. എനർജി സിഗ്നൽ ആണ് വരുന്നതെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഫൈനൈറ്റും ആവറേജ് പവർ എന്ന് പറയുന്നത് 0യും ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് എന്നുള്ള പോർഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എക്സ്പ്ലെയിൻ ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് തിയറി പാർട്ടിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.